പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിന്റെ കിതാബുൽ ഫിഖ്ഹിലെ 4ാമത്തെ പാഠം അൽ ഇസ്തിൻജാ എന്ന പാഠത്തിന്റെ തദ്രിബാത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് പാഠത്തിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. പാഠത്തിൽ നമ്മൾ നജസ്സുകളെ വൃത്തിയാക്കുന്നതാണ് അൽ ഇസ്തിൻജാ. പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അൽ ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ ശൗചം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ശൗചം ചെയ്യൽ, അതായത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്താൽ നമ്മൾ കഴുകി വൃത്തിയാക്കൂല, അതാണ് ശൗചം ചെയ്യൽ എന്നാൽ പറയുന്നത്. അപ്പൊ ശൗചം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? പുറപ്പെടുന്ന വസ്തു നനവുള്ളതാണെങ്കിൽ അവിടെ വാജിബാണ്, നനവില്ലെങ്കിൽ സുന്നത്താണ്, കാറ്റാണെങ്കിൽ കറാഹത്താണ്. ആ രീതിയിലൊക്കെ അവിടെ മനസ്സിലാക്കി പഠിക്കണം. ശൗചം ചെയ്യാൻ തുഹൂറായ വെള്ളം വേണം. നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് പോലുള്ളവ കൊണ്ടും ടിഷ്യൂ പേപ്പർ പോലുള്ളവ കൊണ്ടും വെള്ളമില്ലെങ്കിൽ ശൗചം ചെയ്യാവുന്നതാണ്. ഇനി ശൗചം ചെയ്യൽ ഹറാമായ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ബഹുമാനിക്കപ്പെടുന്ന വസ്തു, ഭക്ഷ്യവസ്തു, എല്ല്, ഇതുകൊണ്ടൊക്കെ ശൗചം ചെയ്യല് ഹറാമാണ്. വെള്ളം കൊണ്ട് ശൗചം ചെയ്യുമ്പോൾ നജസ് പോയിട്ടുണ്ടെന്ന മികച്ച ധാരണ ഉണ്ടാവണം. അതുപോലെ ടിഷ്യൂ പേപ്പർ, കല്ല് പോലുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും 3 പ്രാവശ്യം തടവണം. എന്നിട്ട് ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാവുന്നത് വരെ തടവണം. തടവുന്നത് ഒറ്റയാക്കൽ സുന്നത്താണ്. നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാവ് പറ്റുകയുള്ളൂ. കാരണമില്ലാതെ വലതു കൈ കൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താണ്. ഇടത് കൈ കൊണ്ടാണ് ശൗചം ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ, ഇടത് കൈക്ക് മുറിവോ ബാൻഡേജോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നനയ്ക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് വലത് കൈ കൊണ്ട് ശൗചം ചെയ്യാം. അതാണ് അവിടെ വലത് കൈ കൊണ്ട് ശൗചം ചെയ്യൽ കറാഹത്താകുന്നു കാരണമില്ലാതെ. പിന്നെ ഇസ്തിൻജായിന് ശേഷം ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന്. അല്ലാഹുവേ, എന്റെ ഹൃദയം കാപട്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അത്രയും പാഠം മനസ്സിലാക്കാം. ഇനി നമുക്ക് അതിന്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിൽ ആദ്യം ഉത്തരം എഴുതാനാണ്. ഇസ്തിൻജാ എന്നാൽ എന്ത്? ഇസ്തിൻജാ എന്നാൽ എന്താണ്? മലമൂത്ര ദോരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ഇസ്തിൻജാ അഥവാ ശൗചം ചെയ്യൽ എന്ന് പറയുന്നു. രണ്ടാമത്തതോ, ഏതുകൊണ്ടെല്ലാം ശൗചം ചെയ്യാം? ഏതുകൊണ്ടെല്ലാമാണ്? തുഹൂറായ വെള്ളം, നജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല്, ടിഷ്യൂ പേപ്പർ പോലുള്ളവ. അത് നമ്മൾ പാഠഭാഗത്തില് പറയുന്നുണ്ട്. ശൗചം ചെയ്യേണ്ട വസ്തുക്കള് അവിടുന്ന് മനസ്സിലാക്കി എഴുതാം. അടുത്തതോ, ഇസ്തിൻജാ ഹറാമായ വസ്തുക്കൾ ഏതെല്ലാം? അതും അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭക്ഷ്യവസ്തു, എല്ല്. അടുത്തത് പിന്നെ പറയുന്നത് എന്താണ്? ശൗചം ചെയ്യുന്നതിന്റെ വിധി പറയാം. എന്താണ് ശൗചം ചെയ്യുന്നതിന്റെ വിധികള്? പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ എന്താ വിധി? കറാഹത്താണ്. നനവുള്ള നജസാണെങ്കിൽ വാജിബാണ്. നനവില്ലെങ്കിൽ സുന്നത്താണ്. ഇവിടെ വാജിബ്, സുന്നത്ത് അങ്ങനെ എഴുതാം. പിന്നെ ഭക്ഷ്യവസ്തു കൊണ്ട് ശൗചം ചെയ്യൽ ഹറാമാണ്. വലതു കൈ കൊണ്ട് കാരണം ഇല്ലെങ്കിൽ കറാഹത്താണ്. കറാഹത്ത്. ഇനി വ്യക്തമാക്കാം. വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? ശൗചം ചെയ്യാൻ വെള്ളം എങ്ങനെയുള്ളതായിരിക്കണം? തുഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം. തുഹൂറായ വെള്ളമായിരിക്കണം എഴുതാം. അടുത്തതോ, കല്ലി, ടിഷ്യൂ പേപ്പർ എങ്ങനെയുള്ളതായിരിക്കണം? നജസ് വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ളതായിരിക്കണം. അടുത്തത്, വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. എപ്പോൾ? വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. എപ്പോഴാണ്? നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. വെള്ളം കൊണ്ട് മാത്രമേ അപ്പോ കഴുകാൻ പാടുള്ളൂ. അടുത്തത്, ശുദ്ധിയാകുന്നത് വരെ തടവണം. എപ്പോഴാണ്? ടിഷ്യൂ പേപ്പർ, കല്ല് പോലുള്ളവയെ കൊണ്ട്
മുഴുവൻ സ്ഥലങ്ങളും 3 പ്രാവശ്യം തടവണം. എന്നിട്ടും ശുദ്ധിയായിട്ടില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവണം. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് അത് മുഴുവനും എഴുതുക. ഇനി അടുത്തത് എന്താണ് വരുന്നത്? അർത്ഥസഹിതം പൂർത്തിയാക്കാനാണ്. അല്ലാഹുമ്മ തഹ്ഹിർ കൽബി. നമ്മള് ഇസ്തിൻജായിന് ശേഷം ചൊല്ലാൻ സുന്നത്തുള്ള ദിക്ർ പറഞ്ഞിരുന്നു. അത് അവിടെ തന്നെ അർത്ഥസഹിതം വരുന്നുണ്ട്. അല്ലാഹുമ്മ തഹ്ഹിർ കൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷി എന്ന്. അത് നോക്കുക, അതിന്റെ അർത്ഥം എഴുതുക. അള്ളാഹുവെ, എന്റെ ഹൃദയം കാപഢ്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹിസ്ഥാനം നീച പ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. അപ്പൊ അത് എഴുതി മനസ്സിലാക്കാം. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് വർക്കായിട്ടൊക്കെ വരുന്നത്. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.